എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് PW കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ ജൂലൈ 1 മുതലാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചത്, പക്ഷേ പ്രസിദ്ധീകരിച്ചില്ല. അത് യൂണിവേഴ്സിറ്റി പറഞ്ഞതായിരുന്നു ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നത്. അത് ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടും ഇന്നലെ വരാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ കാണുന്നവർ 10 പേർ പോലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 5 പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനു മുമ്പ് PW കോട്ട റാങ്ക് ലിസ്റ്റ് ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ നാളെ ജൂലൈ 1 മുതലായിരിക്കും നടക്കുക. PW കോട്ട എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള കോട്ടയാണ് PW കോട്ട. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അഡ്മിഷൻ ജൂലൈ 1 നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്ന പ്രകാരം നമ്മൾ 2 വീഡിയോ വരെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വരാത്തത് കാരണം പല വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. പ്രിയ വിദ്യാർത്ഥികളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അത് യൂണിവേഴ്സിറ്റി എന്ത് കാരണത്താലാണ് ഇന്നലെ പുറത്തുവിടാതിരുന്നതെന്ന് അറിയത്തില്ല. കാരണം അഡ്മിഷൻ ഷെഡ്യൂളിൽ പ്രകാരമുള്ള ഡേറ്റുകളാണ് നമ്മൾ വീഡിയോയായി ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നമ്മളോട് ഞാൻ അങ്ങനെ ഇന്നലെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടും പ്രസിദ്ധീകരിക്കാതെ പോയതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ തെറ്റായ വാർത്ത സ്പ്രെഡ് ചെയ്തൊന്നുമല്ല. അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം, യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം അതിൽ കണ്ട ഡേറ്റാണ് ഞാൻ നിങ്ങളുമായി പ്രൊവൈഡ് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോട് കൂടി ജൂലൈ 1 or 2 കൂടി പ്രസിദ്ധീകരിക്കും. കാരണം അധികം വൈകി പോകാൻ ചാൻസ് ഇല്ല. കാരണം ജൂലൈ 5 എന്ത് ചെയ്യുന്നത്, തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 5 തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നപ്പോൾ നിങ്ങൾ കണ്ടതാണ്. 20 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമെന്ന് കണ്ടാലും 19 വന്നു. 27 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞാലും 26 വന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 5 തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞാലും ജൂലൈ 4 തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജൂലൈ 5 തേർഡ് അലോട്ട്മെൻറ്റ് വരുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചെങ്കിലും ജൂലൈ 4 കൂടി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും PW കോട്ടയിൽ റാങ്ക് ലിസ്റ്റും ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ എടുക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ അഡ്മിഷൻ എടുക്കാം. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. മൈ നെയിം ഇസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.